ഈ ലോകത്ത് ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരവസ്ഥ എന്താണെന്നറിയാമോ? അത് നമ്മൾ സ്നേഹിക്കുന്നവർ, അല്ലെങ്കിൽ നമ്മൾ ബഹുമാനിക്കുന്നവർ, നമ്മളെ തിരിച്ചൊന്നും പരിഗണിക്കാതെ, നമ്മുടെ വാക്കുകൾക്ക് യാതൊരു വിലയും കൽപ്പിക്കാതെ, നമ്മളെ തീർത്തും അവഗണിക്കുന്ന ആ നിമിഷമാണ്. ഒരു മുറിയിൽ നിറയെ ആളുകളുണ്ടാകും, പക്ഷെ നമ്മൾ സംസാരിക്കുമ്പോൾ മാത്രം ആരും ശ്രദ്ധിക്കില്ല. ഒരു തീരുമാനമെടുക്കുമ്പോൾ എല്ലാവരോടും അഭിപ്രായം ചോദിക്കും, പക്ഷെ നമ്മളോട് മാത്രം ഒന്നും ചോദിക്കില്ല. നമ്മൾ ഉണ്ടോ ഇല്ലയോ എന്നത് അവർക്കൊരു വിഷയമേ അല്ലാതായി മാറും. അദൃശ്യനായ ഒരു മനുഷ്യനെപ്പോലെ സ്വന്തം വീട്ടിലോ ജോലിസ്ഥലത്തോ സൗഹൃദവലയത്തിലോ ജീവിക്കേണ്ടി വരുന്നത് എത്ര വലിയ ശാപമാണ്. പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്, ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? ഞാൻ എല്ലാവരെയും സ്നേഹിച്ചില്ലേ? എല്ലാവർക്കും വേണ്ടി ഓടി നടന്നില്ലേ? ആരെന്ത് ചോദിച്ചാലും മറുചോദ്യം ചോദിക്കാതെ ചെയ്തു കൊടുത്തില്ലേ? എന്നിട്ടും എനിക്ക് മാത്രം എന്താണ് ഈ ഗതി? സുഹൃത്തെ, നിങ്ങൾ ഈ ചിന്തയിലൂടെ കടന്നുപോകുന്ന ഒരാളാണെങ്കിൽ ഈ നിമിഷം മുതൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നിങ്ങളെക്കുറിച്ചാണ്, നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചാണ്. നമ്മൾ കരുതുന്നത് നമ്മൾ കൂടുതൽ നല്ലവരായാൽ, എല്ലാവർക്കും വഴങ്ങിക്കൊടുത്താൽ എല്ലാവരും നമ്മളെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുമെന്നാണ്. എന്നാൽ സത്യമതല്ല. ഈ ലോകത്തിന് അതിൻ്റേതായ ചില നിയമങ്ങളുണ്ട്, മനഃശാസ്ത്രപരമായ ചില സത്യങ്ങളുണ്ട്. അത് മനസ്സിലാക്കാതെ വെറുതെ നന്മയുടെ വിഗ്രഹമായി ജീവിച്ചതുകൊണ്ട് നിങ്ങൾക്കൊരിക്കലും അർഹിക്കുന്ന വില കിട്ടില്ല. മറ്റുള്ളവരുടെ കണ്ണിൽ നിങ്ങൾക്ക് വിലയുണ്ടാകണമെങ്കിൽ, അവർ നിങ്ങളെ ബഹുമാനത്തോടെ നോക്കണമെങ്കിൽ, നിങ്ങളുടെ സ്വഭാവത്തിൽ മൗലികമായ ചില മാറ്റങ്ങൾ വരുത്തിയേ തീരൂ. 100 കാര്യങ്ങൾ മാറ്റേണ്ടതില്ല, വെറും 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഈ 2 കാര്യങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ നിങ്ങളെ അവഗണിച്ചവർ തന്നെ നിങ്ങളെ തേടിവരും. നിങ്ങളുടെ സാന്നിധ്യത്തിന് അവർ വില കൽപ്പിക്കും. ഇത് വെറുമൊരു മോട്ടിവേഷണൽ സംസാരമല്ല, ഇത് ജീവിതത്തിൽ വിജയിച്ചവർ പ്രയോഗിച്ച മനഃശാസ്ത്രമാണ്. അതുകൊണ്ട് ശാന്തമായ ഒരിടത്തിരുന്ന് ഒരു സുഹൃത്ത് നിങ്ങളോട് സംസാരിക്കുന്നത് പോലെ ഇത് കേൾക്കുക. നമുക്കോരോന്നായി പരിശോധിക്കാം. ആദ്യത്തെ കാര്യം മനസ്സിലാക്കാൻ നമുക്കൊരു ചെറിയ ഉദാഹരണത്തിലൂടെ തുടങ്ങാം. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, വജ്രത്തിന് എന്തുകൊണ്ടാണ് ഇത്രയധികം വില? അത് വെറുമൊരു കല്ലല്ലേ? അത് തിളങ്ങുന്നതുകൊണ്ട് മാത്രമാണോ അതിന് വില? അല്ല. സ്ഫടികവും തിളങ്ങും, പക്ഷെ വജ്രത്തിന് കോടികൾ വിലമതിക്കുമ്പോൾ സ്ഫടികത്തിന് തുച്ഛമായ വിലയുള്ളൂ. ഇതിനൊരേ ഒരു കാരണമേ ഉള്ളൂ: ലഭ്യത. വജ്രം അപൂർവമാണ്, അത് കിട്ടാൻ പ്രയാസമാണ്, അത് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും അത് സ്വന്തമാക്കാൻ കഴിയില്ല. എന്നാൽ മണൽത്തരികളോ? അതെല്ലായിടത്തുമുണ്ട്, ആർക്കും എപ്പോൾ വേണമെങ്കിലും വാരിക്കൂട്ടാം. അതുകൊണ്ട് മണലിന് വജ്രത്തിന്റെ വില കിട്ടില്ല. ഇത് പ്രകൃതിയുടെ നിയമമാണ്. എവിടെയാണോ ലഭ്യത കൂടുന്നത് അവിടെ വില കുറയും, എവിടെയാണോ ലഭ്യത കുറയുന്നത് അവിടെ വില കൂടും. ഇനി സ്വന്തം ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കൂ. നിങ്ങളെല്ലാവർക്കും എപ്പോഴും ലഭ്യമാണോ? ആരെപ്പോൾ വിളിച്ചാലും സ്വന്തം തിരക്കുകൾ മാറ്റിപ്പൊക്കി നിങ്ങൾ ഓടിച്ചെല്ലാറുണ്ടോ? ഒരാളൊരു സഹായം ചോദിക്കുമ്പോൾ എനിക്ക് അസൗകര്യമുണ്ട് എന്ന് പറയാൻ മടിച്ച് സ്വന്തം കാര്യങ്ങൾ നഷ്ടപ്പെടുത്തി നിങ്ങളത് ചെയ്തു കൊടുക്കാറുണ്ടോ? മറുപടി അതെ എന്നാണെങ്കിൽ നിങ്ങൾക്കുള്ള വില കുറയാൻ വേറെ ഒന്നും നോക്കേണ്ടതില്ല. എപ്പോഴും ലഭ്യമാകുന്ന ഒന്നിന് മനുഷ്യർ വില കൽപ്പിക്കില്ല, അത് മനുഷ്യനായാലും വസ്തു ആയാലും. നമ്മൾ കരുതുന്നത് എപ്പോഴും കൂടെയുണ്ടായാൽ അവർ നമ്മളെ സ്നേഹിക്കുമെന്നാണ്. പക്ഷെ മനഃശാസ്ത്രം പറയുന്നത് മറിച്ചാണ്. എപ്പോഴും കൺമുന്നിൽ നിൽക്കുന്ന, എന്തു പറഞ്ഞാലും തലയാട്ടുന്ന, എപ്പോൾ വിളിച്ചാലും ഓടിയെത്തുന്ന ഒരാളെ ആളുകൾക്ക് മടുക്കും. അവർ നിങ്ങളെ ഗ്രാൻഡഡായിട്ടെടുക്കും. അതായത് അവൻ എങ്ങോട്ടും പോകില്ല, അവൻ എപ്പോഴും അവിടെ ഉണ്ടാകും എന്നൊരു ധാരണ അവരുടെ മനസ്സിൽ ഉറയ്ക്കും. എപ്പോൾ ആ ധാരണ ഉറയ്ക്കുന്നുവോ അപ്പോൾ മുതൽ നിങ്ങളുടെ വില ഇടിയാൻ തുടങ്ങും. ഇതൊരു ക്രൂരമായ സത്യമാണ്. ഒരു കടയിൽ ചെന്ന് സാധനം വാങ്ങുമ്പോൾ അവിടെ നിറയെ സ്റ്റോക്കുള്ള ഒരു സാധനത്തോട് നിങ്ങൾക്ക് വലിയ മതിപ്പ് തോന്നില്ല. എന്നാൽ ഇത് അവസാനത്തെ പീസാണ്, വേണമെങ്കിൽ ഇപ്പോൾ വാങ്ങണം എന്ന് കടക്കാരൻ പറയുമ്പോൾ ആ സാധനത്തിന് നിങ്ങളുടെ മനസ്സിൽ പെട്ടെന്നൊരു വിലയുണ്ടാകും. അത് നഷ്ടപ്പെടുമോ എന്ന ഭയം തോന്നും. മനുഷ്യബന്ധങ്ങളിലും ഇത് ബാധകമാണ്. നിങ്ങളെപ്പോഴും എല്ലാവർക്കും വേണ്ടി എല്ലാം തുറന്നുവെച്ച് നിൽക്കുമ്പോൾ നിങ്ങളൊരു അത്യാവശ്യക്കാരനായി മാറുകയാണ്. നിങ്ങളുടെ സമയത്തിന് നിങ്ങൾ തന്നെ വില കൽപ്പിക്കുന്നില്ലെങ്കിൽ മറ്റുള്ളവരെങ്ങനെ വില കൽപ്പിക്കും? ഇവിടെയാണ് നമ്മൾ മാറ്റേണ്ട ഒന്നാമത്തെ കാര്യം കടന്നുവരുന്നത്. നിങ്ങളുടെ ലഭ്യതയെ നിയന്ത്രിക്കുക. ഇതിനർത്ഥം അഹങ്കാരിയാകുക എന്നല്ല, അല്ലെങ്കിൽ ആരെയും സഹായിക്കരുത് എന്നുമല്ല. പക്ഷെ സ്വന്തം സമയത്തിനും സാന്നിധ്യത്തിനും അതിരുകൾ നിശ്ചയിക്കുക. ഉദാഹരണത്തിന്, ഒരു സുഹൃത്ത് നിങ്ങളെ വെറുതെ സമയം കൊല്ലാൻ വിളിക്കുന്നു. നിങ്ങൾക്ക് പ്രധാനപ്പെട്ട ഒരു ജോലിയുണ്ട്, പക്ഷെ സൗഹൃദമോർത്ത് നിങ്ങൾ ജോലി മാറ്റിവെച്ച് പോകുന്നു. ആദ്യത്തെ തവണ സുഹൃത്തിന് സന്തോഷം തോന്നും. പക്ഷെ ഇത് പതിവായാൽ നിങ്ങളുടെ ജോലിക്കോ സമയത്തിനോ യാതൊരു വിലയുമില്ലെന്ന് അയാൾ കരുതും. അടുത്ത തവണ അയാൾ നിങ്ങളെ കാത്തുനിൽക്കില്ല, നിങ്ങളുടെ സൗകര്യം ചോദിക്കില്ല. കാരണം വിളിച്ചാൽ അവൻ വരും എന്നയാൾക്കറിയാം. മറിച്ച്, എനിക്ക് കുറച്ച് തിരക്കുണ്ട്, ഈ ജോലി തീർത്തിട്ട് ഞാൻ വരാം എന്ന് നിങ്ങൾ മാന്യമായി പറഞ്ഞാലോ? അത് നിങ്ങളുടെ ജോലിയോടുള്ള നിങ്ങളുടെ ആത്മാർത്ഥതയെ കാണിക്കുന്നു. നിങ്ങൾ വെറുതെ ഇരിക്കുന്ന ഒരാളല്ല, ലക്ഷ്യബോധമുള്ള ഒരാളാണെന്ന് അവർക്ക് മനസ്സിലാകും. തിരക്കുള്ള ആളുകളെയാണ് ലോകം ബഹുമാനിക്കുന്നത്, വെറുതെ നടക്കുന്നവരെ ആർക്കും വേണ്ട. ഒരു പുരാതനമായ കഥയുണ്ട്.
ഒരു ഗ്രാമത്തിൽ വളരെ നല്ലവനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. ആ ഗ്രാമത്തിലെ ആർക്കെന്ത് പ്രശ്നം വന്നാലും അയാൾ ഓടിയെത്തും. പാടത്ത് പണിക്ക് ആളില്ലെങ്കിൽ അയാൾ ചെല്ലും, വീട് പണിയാൻ അയാൾ ചെല്ലും, കല്യാണത്തിന് പന്തലിടാൻ അയാൾ ചെല്ലും. കൂലിയൊന്നും ചോദിക്കില്ല, കുറച്ച് ഭക്ഷണം കൊടുത്താൽ മതി. തുടക്കത്തിൽ എല്ലാവർക്കും അയാളോട് വലിയ സ്നേഹമായിരുന്നു. എന്തൊരു നല്ല മനുഷ്യൻ എന്നെല്ലാവരും പറഞ്ഞു. പക്ഷേ കാലം കടന്നുപോയപ്പോൾ കഥ മാറി. ആളുകൾ അയാളെ ബഹുമാനിക്കുന്നത് നിർത്തി. അയാൾ വരുമ്പോൾ ആരും എഴുന്നേൽക്കില്ല, ആരും വിശേഷം ചോദിക്കില്ല. എന്തിന്, അയാൾക്ക് കൊടുക്കുന്ന ഭക്ഷണത്തിൽ പോലും അവർ അശ്രദ്ധ കാണിക്കാൻ തുടങ്ങി. അയാൾ വെറുമൊരു വേലക്കാരനെപ്പോലെയായി. എന്നാൽ അതേ ഗ്രാമത്തിൽ മറ്റൊരു പണ്ഡിതനുണ്ടായിരുന്നു. അദ്ദേഹം അപൂർവമായേ പുറത്തിറങ്ങൂ. അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രമേ അഭിപ്രായം പറയൂ. ആരെങ്കിലും ഉപദേശം ചോദിച്ചു ചെന്നാൽ മാത്രം സംസാരിക്കും. പക്ഷെ അദ്ദേഹം നടന്നുവരുമ്പോൾ ഗ്രാമം മുഴുവൻ എഴുന്നേറ്റ് നിൽക്കും. അദ്ദേഹം പറയുന്ന ഓരോ വാക്കും അവർ വേദവാക്യം പോലെ കേൾക്കും. എന്താണിവർ തമ്മിലുള്ള വ്യത്യാസം? രണ്ടുപേരും നല്ല മനുഷ്യരാണ്. പക്ഷെ ഒരാൾ വെള്ളം പോലെ സുലഭമായിരുന്നു, മറ്റേയാൾ മരുന്നുപോലെ അപൂർവമായിരുന്നു. വെള്ളം നമുക്ക് ജീവിക്കാൻ ആവശ്യമാണ്, പക്ഷെ നമ്മളതിനെ ചവിട്ടി നടക്കും, പാഴാക്കി കളയും. എന്നാൽ ജീവൻ രക്ഷിക്കുന്ന മരുന്ന് നമ്മൾ സൂക്ഷിച്ചു വയ്ക്കും, അതിന് വലിയ വില കൊടുക്കും. നിങ്ങൾ ആ ഗ്രാമത്തിലെ ആദ്യത്തെ മനുഷ്യനെപ്പോലെ ആകരുത്. നിങ്ങളുടെ നന്മയെ മറ്റുള്ളവർ ചൂഷണം ചെയ്യാൻ അനുവദിക്കരുത്. നോ പറയാൻ പഠിക്കുക എന്നത് വലിയൊരു കഴിവാണ്. എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ വേണ്ടി സ്വന്തം വ്യക്തിത്വം ബലി കഴിക്കുന്നവർക്ക് ഒടുവിൽ ബാക്കിയാകുന്നത് അവഗണന മാത്രമായിരിക്കും. നിങ്ങൾക്ക് താൽപ്പര്യമില്ലാത്ത കാര്യങ്ങൾ, നിങ്ങളുടെ മൂല്യങ്ങൾക്ക് നിരക്കാത്ത കാര്യങ്ങൾ, നിങ്ങളുടെ സമയം കൊല്ലുന്ന കാര്യങ്ങൾ, ഇവയോടൊക്കെ മാന്യമായി നോ പറയാൻ പഠിക്കുമ്പോൾ നിങ്ങളുടെ ചുറ്റുമുള്ളവരുടെ മനോഭാവം മാറുന്നത് നിങ്ങൾക്ക് കാണാം. ആദ്യമൊക്കെ അവർക്ക് ദേഷ്യം വന്നേക്കാം. ഇവൻ അഹങ്കാരിയായി, ഇവൻ മാറിപ്പോയി എന്നൊക്കെ അവർ പറയും. അത് കാര്യമാക്കേണ്ടതില്ല. അതവരുടെ നഷ്ടബോധത്തിൽ നിന്നുള്ള വർത്തമാനമാണ്. എന്നാൽ പതുക്കെ പതുക്കെ അവർ നിങ്ങളെ പുതിയൊരു കണ്ണിലൂടെ കാണാൻ തുടങ്ങും. ഇവനെ തോന്നും പോലെ വിളിക്കാൻ പറ്റില്ല, ഇവന്റെ സമയത്തിന് വിലയുണ്ട് എന്നവർ തിരിച്ചറിയും. ആ തിരിച്ചറിവാണ് ബഹുമാനത്തിന്റെ ആദ്യത്തെ പടി. ബഹുമാനം ഒരിക്കലും ചോദിച്ചു വാങ്ങേണ്ട ഒന്നല്ല, അത് നമ്മുടെ പെരുമാറ്റത്തിലൂടെ പിടിച്ചു വാങ്ങേണ്ട ഒന്നാണ്. സ്വന്തം അതിരുകൾ സംരക്ഷിക്കുന്നവനെ മാത്രമേ ലോകം ബഹുമാനിക്കൂ. തുറന്നുകിടക്കുന്ന വീട്ടുവാതിലിലൂടെ ആർക്കും കയറാം, ആരും അനുവാദം ചോദിക്കില്ല. എന്നാൽ അടഞ്ഞുകിടക്കുന്ന വാതിലിൽ മുട്ടിവിളിച്ചേ ആളുകൾ കയറൂ. നിങ്ങളുടെ മനസ്സിന്റെയും സമയത്തിന്റെയും വാതിലുകൾ എപ്പോഴും മലർക്കെ തുറന്നിടരുത്. ആവശ്യമുള്ളപ്പോൾ മാത്രം തുറക്കുക. ഇനി ഇതുകൊണ്ടു മാത്രം കാര്യമില്ല. ലഭ്യത കുറച്ചതുകൊണ്ട് മാത്രം ഒരാൾക്ക് വില കിട്ടില്ല. അയാൾക്കെന്തെങ്കിലും മൂല്യം കൂടിയുണ്ടായിരിക്കണം. ഇവിടെയാണ് നമ്മൾ രണ്ടാമത്തെ മാറ്റത്തിലേക്ക് കടക്കുന്നത്. ആദ്യത്തെ മാറ്റം ബാഹ്യമായ പെരുമാറ്റത്തെക്കുറിച്ചായിരുന്നെങ്കിൽ രണ്ടാമത്തെ മാറ്റം നിങ്ങളുടെ ഉള്ളിൽ സംഭവിക്കേണ്ട ഒന്നാണ്. ഇത് കുറച്ചുകൂടി ആഴത്തിലുള്ളതാണ്. പലപ്പോഴും നമ്മൾ സംസാരിക്കുമ്പോൾ മറ്റുള്ളവർ ശ്രദ്ധിക്കാത്തതെന്തുകൊണ്ടാണ്? നമ്മൾ പറയുന്ന കാര്യങ്ങളിൽ അവർക്ക് താൽപ്പര്യമില്ലാത്തതുകൊണ്ടാണോ, അതോ നമ്മളത് അവതരിപ്പിക്കുന്ന രീതിയിലാണോ പ്രശ്നം? ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ചിലർ സംസാരിക്കുമ്പോൾ സദസ്സ് നിശബ്ദമാകും. അവരുടെ വാക്കുകൾക്ക് വല്ലാത്തൊരു ഭാരമുണ്ടാകും. അവരധികം സംസാരിക്കില്ല, പക്ഷെ പറയുന്ന കാര്യങ്ങളിൽ വ്യക്തതയുണ്ടാകും. എന്നാൽ മറ്റു ചിലർ നിർത്താതെ സംസാരിച്ചുകൊണ്ടിരിക്കും, പക്ഷെ ആരും അത് കേൾക്കില്ല. വാചാലത ബഹുമാനം കൊണ്ടുവരില്ല, മറിച്ച് മൗനവും മിതഭാഷിത്വവുമാണ് ബഹുമാനം കൊണ്ടുവരുന്നത്. അനാവശ്യമായി സംസാരിക്കുന്നത് നിങ്ങളുടെ വില കളയും. ഒരു മീറ്റിംഗിലോ കുടുംബചർച്ചയിലും ഇരിക്കുമ്പോൾ എല്ലാവരും അഭിപ്രായം പറയുന്നതിനിടയിൽ എടുത്തുചാടി സംസാരിക്കാൻ നിൽക്കരുത്. നിശബ്ദമായി നിരീക്ഷിക്കുക. എല്ലാവരും പറഞ്ഞു തീരട്ടെ. അവസാനം വളരെ കുറഞ്ഞ വാക്കുകളിൽ കാതലായ കാര്യം മാത്രം സംസാരിക്കുക. ഇതൊരു കലയാണ്. നമ്മൾ കരുതുന്നത് നമ്മൾ കൂടുതൽ സംസാരിച്ചാൽ, കൂടുതൽ അറിവ് കാണിച്ചാൽ ആളുകൾക്ക് നമ്മളോട് ബഹുമാനം തോന്നുമെന്നാണ്. എന്നാൽ മനഃശാസ്ത്രം പറയുന്നത് നമ്മൾ നമ്മളെക്കുറിച്ച് കൂടുതൽ വെളിപ്പെടുത്തും തോറും നമ്മുടെ നിഗൂഢത നഷ്ടപ്പെടും. ആളുകൾക്കെപ്പോഴും കൗതുകം തോന്നുന്നത് മുഴുവനായി മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യങ്ങളോടാണ്. ഒരു പുസ്തകം മുഴുവൻ വായിച്ചു തീർന്നാൽ പിന്നെ നമ്മളത് മടക്കിവെക്കും. എന്നാൽ വായിച്ചു തീരാത്ത, അടുത്ത പേജിൽ എന്താണെന്ന് കൗതുകമുണർത്തുന്ന പുസ്തകം നമ്മൾ കൈവിടില്ല. മനുഷ്യരും അങ്ങനെയാണ്. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും, എല്ലാ ചിന്തകളും, എല്ലാ പ്ലാനുകളും നാട്ടുകാരുടെ മുന്നിൽ വിളമ്പരുത്. കുറച്ചു കാര്യങ്ങൾ രഹസ്യമായിരിക്കട്ടെ. നിങ്ങളുടെ ഉള്ളിൽ എന്താണ് നടക്കുന്നതെന്ന് പൂർണ്ണമായി പ്രവചിക്കാൻ മറ്റുള്ളവർക്ക് കഴിയരുത്. നിങ്ങൾ അടുത്തതായി എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് അവർക്ക് ഊഹിക്കാൻ കഴിയാതിരിക്കുമ്പോൾ അവർ നിങ്ങളെ കൗതുകത്തോടെ നോക്കാൻ തുടങ്ങും. അതാണ് രണ്ടാമത്തെ കാര്യം. കുറിച്ചുമാത്രം സംസാരിക്കുക, കൂടുതൽ പ്രവർത്തിക്കുക. വാക്കുകളിൽ മിതത്വം പാലിക്കുകയും പ്രവൃത്തികളിൽ അത്ഭുതം സൃഷ്ടിക്കുകയും ചെയ്യുക. പലപ്പോഴും നമ്മൾ ചെയ്യുന്ന വലിയൊരു അബദ്ധം
നമ്മുടെ വലിയ വലിയ സ്വപ്നങ്ങളും പദ്ധതികളും എല്ലാവരോടും പറഞ്ഞു നടക്കുമെന്നതാണ്. ഞാൻ അങ്ങനെ ചെയ്യാൻ പോകുന്നു, ഞാൻ പുതിയ ബിസിനസ് തുടങ്ങാൻ പോകുന്നു, ഞാൻ വിദേശത്ത് പോകാൻ പോകുന്നു എന്നിങ്ങനെ. കേൾക്കുന്നവർക്കത് തമാശയായിരിക്കും, അല്ലെങ്കിൽ അസൂയയായിരിക്കും. നിങ്ങളത് ചെയ്യുന്നതിന് മുൻപ് തന്നെ അതിനെക്കുറിച്ചുള്ള ആകാംക്ഷ ഇല്ലാതാക്കുന്നു. ഇനി വിചാരിച്ചതുപോലെ ആ കാര്യം നടന്നില്ലെങ്കിലോ? അപ്പോൾ നിങ്ങൾ അവരുടെ മുന്നിൽ പരിഹാസപാത്രമാകും. അവൻ വലിയ വായിൽ വീരവാദം മുഴക്കിയതല്ലേ, എന്നിട്ടെന്തുണ്ടായി എന്നവർ ചോദിക്കും. നിങ്ങളുടെ വില അവിടെ തകർന്നു വീഴും. മറിച്ച് നിങ്ങളൊന്നും മിണ്ടാതെ നിശബ്ദമായി നിങ്ങളുടെ ലക്ഷ്യത്തിനു വേണ്ടി പ്രവർത്തിക്കുകയാണെന്ന് കരുതുക. ആരുമൊന്നും അറിയുന്നില്ല. രാവും പകലും നിങ്ങൾ കഷ്ടപ്പെടുന്നു. ഒടുവിലൊരു ദിവസം നിങ്ങളുടെ വിജയത്തിന്റെ ഫലം കണ്ട് ലോകം ഞെട്ടുന്നു. അപ്പോൾ അവർ നിങ്ങളെ നോക്കുന്ന നോട്ടമുണ്ടല്ലോ, അതിൽ ഭയവും അത്ഭുതവും ബഹുമാനവും എല്ലാം അടങ്ങിയിട്ടുണ്ടാകും. ഇവൻ ഇത്രയും കാലം ഇതൊന്നും മിണ്ടാതെ കൊണ്ടുനടക്കുകയായിരുന്നു എന്ന ചിന്ത അവരിൽ നിങ്ങളോടൊരു ആദരവുണ്ടാക്കും. വിജയം ശബ്ദമുണ്ടാക്കട്ടെ, നിങ്ങളുടെ വാക്കുകളല്ല. മഹാഭാരതത്തിലെ കർണനെക്കുറിച്ച് കേട്ടിട്ടില്ലേ? കർണനൊരു വലിയ വീരനായിരുന്നു. പക്ഷേ പലപ്പോഴും അദ്ദേഹം തന്റെ കഴിവുകൾ തെളിയിക്കാൻ അമിതമായി സംസാരിക്കാറുണ്ടായിരുന്നു. എന്നാൽ അർജുനൻ തന്റെ അസ്ത്രങ്ങളിലൂടെയാണ് മറുപടി നൽകിയത്. ശ്രീകൃഷ്ണൻ അർജുനനെ ഉപദേശിച്ചത്, നിന്റെ വില്ല് സംസാരിക്കുമ്പോൾ നിന്റെ നാവ് നിശബ്ദമായിരിക്കണം എന്നാണ്. ഇതാണ് വിജയത്തിന്റെ രഹസ്യം. നമ്മൾ സംസാരിച്ച് സമയം കളയുമ്പോൾ മറ്റുള്ളവർ പ്രവർത്തിച്ചു മുന്നേറുന്നുണ്ടാകും. ആര് ബഹുമാനിക്കുന്നില്ല എന്ന് പരാതിപ്പെടുന്നതിനു പകരം ബഹുമാനിക്കാൻ നിർബന്ധിതമാകുന്ന തരത്തിൽ സ്വയം വളരുക. സ്വയം വളരുക എന്ന് പറയുമ്പോൾ അത് വെറുതെ പണമുണ്ടാക്കലോ പ്രശസ്തി നേടലോ മാത്രമല്ല, സ്വന്തം വ്യക്തിത്വത്തെ മിനുക്കിയെടുക്കലാണ്. മറ്റുള്ളവരെ കുറ്റം പറയുന്നത് നിർത്തുക. പരദൂഷണം പറയുന്ന ശീലം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് ഇന്ന് തന്നെ ഉപേക്ഷിക്കുക. കാരണം നിങ്ങൾ ഒരാളോട് മറ്റൊരാളെക്കുറിച്ച് മോശമായി സംസാരിക്കുമ്പോൾ കേൾക്കുന്നയാൾ മനസ്സിൽ വിചാരിക്കുന്നത്, നാളെ എന്നെക്കുറിച്ചും ഇവൻ ഇതുപോലെ മറ്റുള്ളവരോട് പറയും എന്നാണ്. അപ്പോൾ തന്നെ നിങ്ങളോടുള്ള വിശ്വാസം അവർക്ക് നഷ്ടപ്പെടും. വിശ്വാസമില്ലാത്തയിടത്ത് ബഹുമാനമുണ്ടാകില്ല. നേരെ മറിച്ച് ആരെക്കുറിച്ച് കുറ്റം പറഞ്ഞാലും അതിൽ പങ്കുചേരാതെ മൗനം പാലിക്കുകയോ വിഷയം മാറ്റുകയോ ചെയ്യുന്ന ഒരാളെ നോക്കൂ. അയാൾക്ക് കൂട്ടത്തിൽ ഒരു പ്രത്യേക സ്ഥാനമുണ്ടാകും. അവന്റെ അടുത്ത് ചെന്ന് കുറ്റം പറയാൻ നിൽക്കണ്ട, അവനത് പ്രോത്സാഹിപ്പിക്കില്ല എന്ന ആളുകൾക്ക് തോന്നും. ആ തോന്നൽ മതി നിങ്ങൾക്ക് വില കിട്ടാൻ. അതുപോലെ വാഗ്ദാനങ്ങൾ നൽകുമ്പോൾ സൂക്ഷിക്കുക. ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ ഏറ്റെടുക്കരുത്. ഞാൻ നോക്കാം, ശരിയാക്കാം എന്ന് വെറുതെ വാക്കുകൊടുത്ത് പിന്നീടത് പാലിക്കാൻ പറ്റാതെ വരുമ്പോൾ നിങ്ങളുടെ വിശ്വാസ്യത തകരും. വാക്ക് പാലിക്കുന്നവനു മാത്രമേ സമൂഹത്തിൽ വിലയുള്ളൂ. ചെറിയ കാര്യമാണെങ്കിൽ കൂടി പറഞ്ഞ വാക്ക് പാലിക്കാൻ ശ്രമിക്കുക. 10 മണിക്ക് വരാമെന്ന് പറഞ്ഞാൽ 10 മണിക്ക് തന്നെ എത്തുക. പണം തിരിച്ചു തരാമെന്ന് പറഞ്ഞാൽ പറഞ്ഞ തീയതിക്ക് തന്നെ കൊടുക്കുക. ഈ ചെറിയ കൃത്യതകൾ നിങ്ങളുടെ വ്യക്തിത്വത്തിന് നൽകുന്ന തിളക്കം വളരെ വലുതാണ്. നിങ്ങളെ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരാളായി അവർ കാണും. ഇനി ബഹുമാനം കിട്ടാത്തതിന്റെ മറ്റൊരു പ്രധാന കാരണം നമ്മൾ സ്വയം ബഹുമാനിക്കുന്നില്ല എന്നതാണ്. ഇതാണ് ഏറ്റവും വലിയ സത്യം. മറ്റുള്ളവർ നിങ്ങളെ എങ്ങനെ കാണണമെന്ന് ആഗ്രഹിക്കുന്നുവോ അതുപോലെ നിങ്ങൾ ആദ്യം സ്വയം കാണണം. സ്വന്തം ശരീരത്തെ, സ്വന്തം മനസ്സിനെ, സ്വന്തം സമയത്തെ നിങ്ങൾ ബഹുമാനിക്കുന്നുണ്ടോ? വൃത്തിയില്ലാതെ അലസമായി നടക്കുന്നയൊരാളെ മറ്റുള്ളവർ ബഹുമാനിക്കുമോ? ഇല്ല. നിങ്ങളുടെ വസ്ത്രധാരണം, നിങ്ങളുടെ നടപ്പ്, നിങ്ങളുടെ വൃത്തി, ഇതെല്ലാം നിങ്ങളുടെ ആത്മവിശ്വാസത്തിന്റെ പ്രകടനമാണ്. വില കൂടിയ വസ്ത്രങ്ങൾ ധരിക്കണമെന്നല്ല, ധരിക്കുന്ന വസ്ത്രം വൃത്തിയുള്ളതായിരിക്കണം. തല ഉയർത്തിപ്പിടിച്ചു നടക്കണം. ആരുടെ മുന്നിലും ചുരുണ്ടുകൂടി നിൽക്കരുത്. കണ്ണിനു നേരെ സംസാരിക്കണം. നിങ്ങൾ നിങ്ങളെത്തന്നെ സ്നേഹിക്കുന്നില്ലെങ്കിൽ പിന്നെ ആര് നിങ്ങളെ സ്നേഹിക്കും? ഒരിക്കലൊരു പരുന്ത് കോഴിക്കുഞ്ഞുങ്ങളുടെ കൂടെ വളർന്നു. താനൊരു കോഴിയാണെന്ന് കരുതി അത് മണ്ണിൽ ചികഞ്ഞു നടന്നു. ആകാശത്തുയർന്നു പറക്കുന്ന മറ്റു പരുന്തുകളെ കണ്ടത് അത്ഭുതപ്പെട്ടു. പക്ഷെ ഒരിക്കലും ചിറകു വിരിക്കാൻ ശ്രമിച്ചില്ല. കാരണം താൻ വെറുമൊരു കോഴിയാണെന്ന തെറ്റായ ബോധം. ഒടുവിൽ ആകാശത്തിന്റെ രാജാവാകേണ്ടിയിരുന്ന ആ പരുന്ത് ഒരു കോഴിയായി മണ്ണിൽ ചത്തു. പലപ്പോഴും നമ്മളും ഇതുപോലെയാണ്. നമുക്കുള്ളിലെ കഴിവുകൾ തിരിച്ചറിയാതെ മറ്റുള്ളവർ പറയുന്നത് കേട്ട് നമ്മൾ നമ്മളെത്തന്നെ താഴ്ത്തിക്കിട്ടുന്നു. എനിക്കൊന്നിനും കൊള്ളില്ല, എനിക്ക് സൗന്ദര്യമില്ല, എനിക്ക് പണമില്ല എന്നൊക്കെ സ്വയം പറഞ്ഞ് നമ്മൾ നമ്മുടെ വില കളയുന്നു. നിങ്ങൾ സ്വയം വിലമതിക്കാൻ തുടങ്ങിയാൽ ലോകം നിങ്ങളെ വിലമതിക്കും. കണ്ണാടിയിൽ നോക്കി സ്വയം പറയുക, ഞാൻ ആരെക്കാളും ഒട്ടും താഴെയല്ല, എനിക്കും കഴിവുണ്ട്, എനിക്കും ജയിക്കാൻ പറ്റും. ആ ആത്മവിശ്വാസം നിങ്ങളുടെ മുഖത്ത് പ്രതിഫലിക്കും. ആ തേജസ് മറ്റുള്ളവരെ ആകർഷിക്കും. സ്വയം പര്യാപ്തത നേടുകയെന്നതാണ് മറ്റൊരു വഴി. എല്ലാ കാര്യത്തിനും മറ്റുള്ളവരെ ആശ്രയിക്കുന്നവരെ ആളുകൾക്ക് ഭാരമായി തോന്നും. സാമ്പത്തികമായും വൈകാരികമായും സ്വന്തം കാലിൽ നിൽക്കാൻ ശ്രമിക്കുക. പോക്കറ്റിൽ കാശില്ലാത്തവനെ സ്വന്തം വീട്ടുകാൽ പോലും ചിലപ്പോൾ പുച്ഛിച്ചേക്കാം. അതൊരു പരുക്കൻ യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് കഷ്ടപ്പെട്ട് ജോലി ചെയ്യുക, സമ്പാദിക്കുക. പണം മാത്രമല്ല, അറിവും നേടുക. വായനയിലൂടെയും അനുഭവങ്ങളിലൂടെയും അറിവ് നേടുന്ന ഒരാളോട് സംസാരിക്കാൻ ആളുകൾക്ക് താൽപ്പര്യമുണ്ടാകും.
ഏതു വിഷയത്തെക്കുറിച്ചും വ്യക്തമായ അറിവുള്ള ഒരാളെ സമൂഹം ആദരിക്കും. നിങ്ങൾ വെറുതെയിരിക്കാതെ പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടേയിരിക്കുക, അപ്ഡേറ്റഡ് ആയിരിക്കുക. കാലത്തിനൊപ്പമല്ല, കാലത്തിനു മുൻപേ നടക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ തെറ്റുകൾ സമ്മതിക്കാൻ മടിക്കരുത്. തെറ്റുപറ്റിയാൽ ക്ഷമിക്കണം, എനിക്ക് തെറ്റുപറ്റി എന്ന് പറയാൻ കാണിക്കുന്ന മനസ്സ് ബലഹീനതയല്ല, മറിച്ച് വലിയൊരു ശക്തിയാണ്. അഹങ്കാരികൾക്ക് തെറ്റ് സമ്മതിക്കാൻ കഴിയില്ല, എന്നാൽ ശക്തരായവർക്കതിന് കഴിയും. ആ എളിമ കാണുമ്പോൾ ആളുകൾക്ക് നിങ്ങളോട് ബഹുമാനം തോന്നും. പക്ഷേ അതേസമയം ചെയ്യാത്ത തെറ്റിന് തലകുനിക്കാനും നിൽക്കരുത്. നിങ്ങളുടെ ഭാഗത്താണ് ന്യായമെങ്കിൽ അത് മാന്യമായി, എന്നാൽ ഉറച്ച സ്വരത്തിൽ പറയാൻ മടിക്കരുത്. ആരെയും പേടിക്കേണ്ട കാര്യമില്ല. സത്യം പറയുന്നവന് കൂട്ടുനിൽക്കാൻ ആളില്ലെങ്കിലും അവനൊരാന്തരിക ശക്തിയുണ്ടാകും. ആ ശക്തിയാണ് യഥാർത്ഥ ആകർഷണീയത. ചിലപ്പോൾ എത്രയൊക്കെ നന്നായാലും ചില ആളുകൾ നിങ്ങളെ അംഗീകരിക്കില്ല. നിങ്ങളെ താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കും, കളിയാക്കും. അത് അവരുടെ സ്വഭാവമാണ്, നിങ്ങളുടെ കുഴപ്പമല്ല. അങ്ങനെയുള്ളവരെ അവഗണിക്കാൻ പഠിക്കുക. എല്ലാവരുടെയും സർട്ടിഫിക്കറ്റ് നമുക്ക് ആവശ്യമില്ല. നിങ്ങളെ മനസ്സിലാക്കുന്ന, നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു ചെറിയ കൂട്ടം ആളുകൾ മതി ജീവിതത്തിൽ. വിഷം ചീറ്റുന്ന പാമ്പുകളെ തലോടാൻ നിൽക്കരുത്. അവയിൽ നിന്ന് അകലം പാലിക്കുകയാണ് ബുദ്ധി. നെഗറ്റീവായ ആളുകളെ ജീവിതത്തിൽ നിന്ന് വെട്ടിമാറ്റുക. അത് നിങ്ങളുടെ മനസ്സമാധാനത്തിന് അത്യാവശ്യമാണ്. നിങ്ങൾ ആർക്കുവേണ്ടി മാറുന്നുവോ അവർ അതിന് അർഹരാണോ എന്നുകൂടി ചിന്തിക്കണം. പന്നിയുടെ മുന്നിൽ മുത്തുമാല ഇട്ടിട്ട് കാര്യമില്ലല്ലോ. ഓർക്കുക, ബഹുമാനമെന്നത് ഒരു ദിവസം കൊണ്ടുണ്ടാക്കിയെടുക്കാവുന്ന ഒന്നല്ല. അതൊരു യാത്രയാണ്. പാറയിൽ വെള്ളം വീണ് കുഴിയുണ്ടാകുന്നതുപോലെ തുടർച്ചയായ നിങ്ങളുടെ നല്ല പെരുമാറ്റത്തിലൂടെയും ഉറച്ച നിലപാടുകളിലൂടെയും മാത്രമേ അത് സാധ്യമാകൂ. ഇന്ന് നിങ്ങൾ അവഗണിക്കപ്പെടുന്നുണ്ടാകാം, പരിഹസിക്കപ്പെടുന്നുണ്ടാകാം. പക്ഷേ നാളെ ഈ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ അതെല്ലാം മാറും. നിങ്ങളെ അവഗണിച്ചവർ തന്നെ ഇവൻ എന്തുപറ്റി, ഇവൻ ആകെ മാറിപ്പോയല്ലോ എന്ന് അത്ഭുതപ്പെടും. ആ മാറ്റം പുറമേ നിന്നുള്ളതല്ല, ഉള്ളിൽ നിന്നുള്ളതാണ്. നിങ്ങളുടെ ഉള്ളിലെ തീയാണ് പുറത്ത് വെളിച്ചമായി മാറേണ്ടത്. ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഒരു സിംഹം കാട്ടിലൂടെ നടക്കുമ്പോൾ അതാരെയും ബോധ്യപ്പെടുത്താൻ വേണ്ടി അലറാറില്ല. അതിന്റെ നടപ്പിലും ഭാവത്തിലും തന്നെ ഒരു രാജകീയതയുണ്ട്. ആ ഗാംഭീര്യം കണ്ടാൽ മറ്റു മൃഗങ്ങൾ വഴിമാറും. നിങ്ങൾ ആ സിംഹത്തെപ്പോലെയാകണം. ആരെയും ബോധ്യപ്പെടുത്താനല്ല, സ്വന്തം നിലവാരം കാത്തുസൂക്ഷിക്കാൻ വേണ്ടി ജീവിക്കുക. അപ്പോൾ ബഹുമാനം നിങ്ങളെ തേടിവരും. നമ്മൾ ഇതുവരെ സംസാരിച്ചത് 2 പ്രധാന മാറ്റങ്ങളെക്കുറിച്ചാണ്. ഒന്ന്, നിങ്ങളുടെ ലഭ്യത കുറയ്ക്കുക, അഥവാ എപ്പോഴും എല്ലാവർക്കും വേണ്ടി ഓടിച്ചെല്ലുന്ന ശീലം നിർത്തുക. 2, അമിതമായി സംസാരിക്കാതിരിക്കുക, അഥവാ വാക്കുകൾക്ക് പകരം പ്രവൃത്തികളിലൂടെ മറുപടി നൽകുക. എന്നാൽ ഈ 2 മാറ്റങ്ങൾക്കൊപ്പം ചേർത്ത് പിടിക്കേണ്ട വളരെ ലളിതമായ എന്നാൽ ശക്തമായ മറ്റൊരു രഹസ്യം കൂടിയുണ്ട്. അത് നിങ്ങളുടെ വൈകാരികമായ നിയന്ത്രണമാണ്. മറ്റുള്ളവർ നമ്മളെ ബഹുമാനിക്കാതിരിക്കാനുള്ള മറ്റൊരു പ്രധാന കാരണം നമ്മുടെ വികാരങ്ങൾ എളുപ്പത്തിൽ ചൂഷണം ചെയ്യാൻ അവർക്ക് കഴിയുന്നു എന്നതാണ്. ആരെങ്കിലും ഒന്ന് കളിയാക്കിയാൽ ഉടനെ കരയുക, അല്ലെങ്കിൽ ദേഷ്യപ്പെടുക. ആരെങ്കിലും ഒന്ന് പുകഴ്ത്തിയാൽ ഉടനെ മതിമറന്ന് ആഹ്ലാദിക്കുക. ഇങ്ങനെ റിമോട്ട് കൺട്രോൾ പോലെ മറ്റുള്ളവർ വിചാരിക്കുമ്പോൾ നമ്മളെ നിയന്ത്രിക്കാൻ കഴിയുമെങ്കിൽ അവർക്ക് നമ്മളോട് ബഹുമാനം തോന്നില്ല. ഒരു കളിപ്പാട്ടത്തെ ആരും ബഹുമാനിക്കില്ലല്ലോ. സ്ഥിരതയുള്ള, പെട്ടെന്നിളകാത്ത മനസ്സിനെയാണ് ആളുകൾ ബഹുമാനിക്കുന്നത്. സമുദ്രത്തെ നോക്കൂ, മുകളിൽ തിരമാലകൾ അടിച്ചാലും അടിത്തട്ടിൽ അത് ശാന്തമാണ്. അതുപോലെയാകണം നിങ്ങളുടെ മനസ്സ്. ആരെന്തു പറഞ്ഞാലും പെട്ടെന്ന് പ്രതികരിക്കരുത്. ഒന്ന് ആലോചിക്കുക, സാവധാനം മറുപടി പറയുക. പ്രത്യേകിച്ച് ദേഷ്യം വരുമ്പോൾ മൗനം പാലിക്കുന്നത് വലിയൊരായുധമാണ്. ദേഷ്യത്തിൽ നമ്മൾ പറയുന്ന വാക്കുകൾ പലപ്പോഴും നമ്മളെ തന്നെ തിരിഞ്ഞുകുത്തും, പിന്നീട് ഖേദിക്കേണ്ടിവരും. എന്നാൽ ദേഷ്യം വരുമ്പോൾ ഒന്നും മിണ്ടാതെ ആ സ്ഥലത്തുനിന്ന് മാറിപ്പോകാനോ ഒന്ന് ദീർഘശ്വാസമെടുക്കാനോ കഴിഞ്ഞാൽ നിങ്ങൾ ജയിച്ചു. നിങ്ങളുടെ ആത്മനിയന്ത്രണം കണ്ട് ആ മറ്റുള്ളവർക്ക് അത്ഭുതം തോന്നും. ഇവൻ ഇത്ര പക്വതയുള്ളവനാണോ എന്നവർ ചിന്തിക്കും. പക്വതയാണ് ബഹുമാനത്തിന്റെ അടിസ്ഥാനം. പക്വതയില്ലാത്ത പെരുമാറ്റം കാണിക്കുമ്പോഴാണ് ആളുകൾ നമ്മളെ കുട്ടികളെപ്പോലെ കാണുന്നത്. ഇനി നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, എന്തുകൊണ്ടാണ് ചിലർക്ക് മാത്രം സ്വാഭാവികമായി ഒരു കരിഷ്മ അഥവാ വശ്യതയുണ്ടാകുന്നത്? അവർ മുറിയിലേക്ക് കടന്നുവരുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജി അനുഭവപ്പെടും. അതിന് കാരണം അവരുടെ ശരീരഭാഷ മാത്രമല്ല, അവർ മറ്റുള്ളവരെ കേൾക്കാൻ കാണിക്കുന്ന മനസ്സാണ്. അതെ, നല്ലൊരു കേൾവിക്കാരനാകുക എന്നത് ബഹുമാനം നേടാനുള്ള എളുപ്പവഴിയാണ്. ഇന്നെല്ലാവർക്കും പറയാനേ നേരമുള്ളൂ, ആർക്കും കേൾക്കാൻ നേരമില്ല. ഒരാൾ നിങ്ങളോട് സങ്കടമോ സന്തോഷമോ പറയുമ്പോൾ മൊബൈലിൽ നോക്കാതെ, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതെ അയാളുടെ കണ്ണിൽ നോക്കി പൂർണ്ണമായി ശ്രദ്ധിക്കുക. ഇടയ്ക്ക് തലയാട്ടുക, ചോദ്യങ്ങൾ ചോദിക്കുക. അപ്പോൾ അയാൾക്ക് തോന്നും, ഇയാൾക്കെന്നോട് താൽപ്പര്യമുണ്ട്, ഇയാൾ എന്നെ പരിഗണിക്കുന്നുണ്ട് എന്ന്. തിരിച്ചും അവർ നിങ്ങളെ ബഹുമാനിക്കാൻ തുടങ്ങും. കൊടുക്കുന്നതേ തിരിച്ചു കിട്ടൂ. ബഹുമാനം കൊടുത്താൽ ബഹുമാനം കിട്ടും.
എന്നാൽ ബഹുമാനം കൊടുക്കുക എന്നത് വിധേയനാകുക എന്നല്ല. തെറ്റിനെ തെറ്റെന്ന് പറയാനും ശരിയെ ശരിയെന്ന് പറയാനും മടിക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ആരുടെ മുഖം നോക്കാതെ, എന്നാൽ വേദനിപ്പിക്കാതെ പറയാൻ പഠിക്കണം. എനിക്ക് തോന്നുന്നത് ഇതാണ്, അല്ലെങ്കിൽ എന്റെ കാഴ്ചപ്പാട് ഇതാണ് എന്ന് പറഞ്ഞു തുടങ്ങാം. മറ്റുള്ളവരുടെ അഭിപ്രായത്തോട് വിയോജിക്കാൻ നിങ്ങൾക്ക് അവകാശമുണ്ട്. പക്ഷേ അത് മാന്യമായിരിക്കണം. തർക്കിച്ച് ജയിക്കുന്നതിനേക്കാൾ വലുതാണ് ബന്ധങ്ങൾ കാത്തുസൂക്ഷിക്കുന്നത്. എന്നാൽ ആത്മാഭിമാനം പണയം വെച്ച് ഒരു ബന്ധവും കാത്തുസൂക്ഷിക്കേണ്ടതില്ല. ഇനി ഇതൊന്നും ഒറ്റ ദിവസം കൊണ്ട് സംഭവിക്കുന്ന മാജിക് അല്ല എന്ന് ഓർമ്മപ്പെടുത്തട്ടെ. നാളെ മുതൽ നിങ്ങളിങ്ങനെ പെരുമാറിയാൽ ഉടനെ എല്ലാവരും നിങ്ങളെ രാജാവായി വാഴിക്കില്ല. തുടക്കത്തിൽ പരിഹാസങ്ങളുണ്ടാകാം. ഓ, ഇവന് ജാടയായി, ഇവൻ വലിയ ആളായി എന്നൊക്കെ പറയും. പക്ഷെ നിങ്ങൾ അതിലൊന്നും വീഴരുത്. നിങ്ങളുടെ മാറ്റം സ്ഥിരമായിരിക്കണം. കുറച്ചു ദിവസം കഴിഞ്ഞ് പഴയതുപോലെ ആയാൽ അവർ പറയും, ഇതൊക്കെ വെറും നാട്യമായിരുന്നു എന്ന്. അതുകൊണ്ട് ഈ മാറ്റം നിങ്ങളുടെ ജീവിതശൈലിയായി മാറണം. ഒരു ശില്പി പാറയിൽ നിന്ന് മനോഹരമായ ശില്പം കൊത്തിയെടുക്കുന്നതുപോലെ നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ തന്നെ കൊത്തിയെടുക്കണം. വേണ്ടാത്ത ഭാഗങ്ങൾ ചെത്തിക്കളയണം. അലസത, അമിത സംസാരം, പരാതി പറയൽ, പരദൂഷണം ഇവയെല്ലാം ചെത്തിക്കളയുക. പകരം ആത്മവിശ്വാസം, മൗനം, പ്രവൃത്തി, സ്നേഹം ഇവ നിറയ്ക്കുക. അപ്പോൾ കാണാം, ആരും തിരിഞ്ഞു നോക്കാതിരുന്ന ആ കല്ല് എല്ലാവരും തൊഴുന്ന വിഗ്രഹമായി മാറുന്നത്. നിങ്ങൾ ഒറ്റയ്ക്കല്ല. ഈ ലോകത്ത് വിജയിച്ച പലരും ഒരു കാലത്ത് അവഗണിക്കപ്പെട്ടവരായിരുന്നു. മഹാത്മാഗാന്ധിയെ ട്രെയിനിൽ നിന്ന് ഇറക്കിവിട്ടപ്പോൾ അദ്ദേഹം അനുഭവിച്ച അപമാനം പിന്നീടൊരു സാമ്രാജ്യത്തെ തന്നെ വിറപ്പിക്കുന്ന ശക്തിയായി മാറിയില്ലേ? അപമാനങ്ങളാണ് പലപ്പോഴും വിജയത്തിലേക്കുള്ള ഇന്ധനം. നിങ്ങളെ ആരെങ്കിലും അപമാനിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് നന്ദി പറയുക. കാരണം അവർ തന്ന ആ മുറിവാണ് നിങ്ങളെ മാറ്റത്തിന് പ്രേരിപ്പിച്ചത്. ആ വാശിയാണ് നിങ്ങളെ ഇവിടെ വരെ എത്തിച്ചത്. ഒന്നിനും കഴിയില്ല എന്ന് പറഞ്ഞവരുടെ മുന്നിൽ തലയുയർത്തി ജീവിച്ചു കാണിക്കുന്നതാണ് ഏറ്റവും വലിയ പ്രതികാരം. അത് വാക്കുകൊണ്ടല്ല, ജീവിതം കൊണ്ടുള്ള പ്രതികാരമാണ്. ജീവിതം വളരെ ചെറുതാണ്. അത് മറ്റുള്ളവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിച്ചു തീർക്കാനുള്ളതല്ല. നിങ്ങൾക്കും ആഗ്രഹങ്ങളുണ്ട്, സ്വപ്നങ്ങളുണ്ട്. അതിനുവേണ്ടി ജീവിക്കുക. നിങ്ങൾ സന്തോഷമായിരുന്നാൽ നിങ്ങളുടെ ചുറ്റുമുള്ളവരും സന്തോഷിക്കും. നിങ്ങൾ സ്വന്തം കാര്യം നോക്കാതെ മറ്റുള്ളവർക്കു വേണ്ടി ഉരുകിത്തീർന്നാൽ അവസാനം ബാക്കിയാകുന്നത് ചാരമായിരിക്കും. ചാരത്തിന് ആരും വില കൽപ്പിക്കില്ല. തിളങ്ങുന്ന വിളക്കാകുക, വെളിച്ചം കൊടുക്കുക. പക്ഷേ സ്വയം കത്തിത്തീരാതിരിക്കാൻ ശ്രദ്ധിക്കുക. എണ്ണ ഒഴിച്ചുകൊടുക്കാൻ ആരും വന്നെന്നു വരില്ല. സ്വന്തം എണ്ണ സ്വയം കണ്ടെത്തുക. നമുക്കീ സംഭാഷണം ഇവിടെ ചുരുക്കാം. പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മയുണ്ടല്ലോ. 1. എപ്പോഴും ലഭ്യമാകാതിരിക്കുക. നിങ്ങളുടെ സമയത്തിനും സാന്നിധ്യത്തിനും വിലയിടുക. 2. കുറച്ച് സംസാരിക്കുക, കൂടുതൽ പ്രവർത്തിക്കുക. നിങ്ങളുടെ വിജയങ്ങൾ ശബ്ദമുണ്ടാകട്ടെ. ഇത് രണ്ടും പാലിച്ചാൽ ഉറപ്പായും 100% ഉറപ്പായും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കണ്ടുതുടങ്ങും. ആളുകളുടെ നോട്ടത്തിൽ, പെരുമാറ്റത്തിൽ വ്യത്യാസം വരും. നിങ്ങൾ ആഗ്രഹിച്ച ആദരവ് നിങ്ങളെ തേടിവരും. പക്ഷേ അതിന് ക്ഷമ വേണം, സ്ഥിരത വേണം. ഇന്ന് തന്നെ തുടങ്ങൂ. ഇപ്പോൾ തന്നെ തുടങ്ങൂ. നിങ്ങളുടെ മാറ്റം ഈ നിമിഷം മുതലാകട്ടെ. ഈ ലോകം വിജയിക്കുന്നവന്റെ കൂടെയേ നിൽക്കൂ. തോൽക്കുന്നവനെ സഹായിക്കാൻ ആരും വരില്ല. അതുകൊണ്ട് ജയിക്കുക തന്നെ വേണം. നിങ്ങളുടെ ജയം കാണാൻ നിങ്ങളെ പുച്ഛിച്ചവർ തന്നെ ക്യൂ നിൽക്കുന്ന കാലം വരും. വിശ്വസിക്കുക, നിങ്ങൾ അതിനർഹനാണ്. നിങ്ങൾക്കും വിലയുണ്ട്. ആ വില തിരിച്ചറിയാൻ വൈകരുത്. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മാറ്റത്തിന് ഈ വീഡിയോ ഒരു കാരണമാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. ഈ കാര്യങ്ങൾ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക. മാറ്റങ്ങൾ അനുഭവിക്കുമ്പോൾ തിരികെ വന്ന് കമന്റ് ചെയ്യുക. അത് മറ്റുള്ളവർക്കും പ്രചോദനമാകും. ഈ അറിവ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഇത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പങ്കുവയ്ക്കുക. ചിലപ്പോൾ ആർക്കെങ്കിലും ഈ വാക്കുകൾ ഒരാശ്വാസമായേക്കാം. ഇതുപോലുള്ള ജീവിതഗന്ധിയായ, മനസ്സിന് കരുത്തു പകരുന്ന വീഡിയോകൾ ഇനിയും കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെൽ ഐക്കൺ കൂടി അമർത്തിയാൽ പുതിയ വീഡിയോകൾ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം. നിങ്ങളുടെ വിലപ്പെട്ട സമയം ഇതിനായി മാറ്റിവെച്ചതിന് നന്ദി. മറ്റൊരു നല്ല വിഷയവുമായി വീണ്ടും കാണാം. അതുവരെ സ്വന്തം വില കളയാതെ തലയുയർത്തി ജീവിക്കുക. നന്ദി, നമസ്കാരം.